മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. നിങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടിയെടുക്കുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ഭക്തരെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോവുക. മനുഷ്യന്മാർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും. മുറിവുണ്ടാക്കുന്നവരെയല്ല, മരുന്നാകുന്നവരെയാണ് കൂടെ കൂട്ടേണ്ടത്. എല്ലാവരും സത്യമറിയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഒരു മനുഷ്യനും സത്യസന്ധരായിരിക്കാൻ തയ്യാറാകുന്നില്ല. വളരെ ചെറിയ കാര്യങ്ങൾക്ക് കരയുന്നവർ മറ്റുള്ളവരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ്. ഭക്തരെ, നിങ്ങൾ നശിച്ചു ജീവിച്ചു കാണുമ്പോഴല്ല, നന്നായി ജീവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകുന്നത്. അണയാതെ സൂക്ഷിക്കാനാവില്ലെങ്കിൽ ഒരു ബന്ധത്തിനും തിരികൊളുത്താതിരിക്കുക. ഭക്തരെ, നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും നിങ്ങളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം. ഒരു തൂവൽ നഷ്ടപ്പെട്ടെന്നു കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാനും പാടില്ല. ഭക്തരെ, നിങ്ങൾക്ക് ഹൃദയമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ ഹൃദയത്തിൽ കരുണയും ദയയും സഹാനുഭൂതിയും സ്നേഹവും നിറയുന്നു എങ്കിൽ മാത്രമേ ആ ഹൃദയം ധന്യമാവുകയുള്ളൂ. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല, എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.